തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന ആരാധന അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അവർ ലജ്ജിതരാവുകയില്ല. ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഉയർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുവാനുമായി അങ്ങ് ഇവിടെ സന്നിഹിതനാണ്. നീ നൽകിയ ഈ ജീവിതത്തിൽ, നീ നൽകിയ ഈ പ്രപഞ്ചത്തിൽ, നീ സൃഷ്ടിച്ച സർവ്വ ജീവജാലങ്ങളോടുമൊത്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഈശോയെ, നിന്റെ മുൻപിൽ ഞങ്ങൾ ചെലവിടുന്ന ഓരോ നിമിഷവും എത്ര വില നൽകിയാലും മതിയാവാത്തതാണ്. നിന്നോട് സംസാരിക്കുന്ന ഓരോ നിമിഷവും ഈശോയെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിൽ അത്ര മാധുര്യമുള്ളതാണ്. നിന്നെ നോക്കുമ്പോൾ ഞങ്ങളുടെ മുഖം പ്രകാശിക്കുമെന്നും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈ ലോകത്തുള്ള സകല ജനതകളും ഞങ്ങളെ ഭയപ്പെടുമെന്നും നിന്നിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും പതറുകയില്ലെന്നും ഓരോ ദിവസവും നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളോടുള്ള വലിയ സ്നേഹം മൂലം ഞങ്ങളുടെ മുൻപിലായിരിക്കുന്ന നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആശ്രയിക്കാവുന്ന കോട്ട നീയാണ്. ഞങ്ങൾക്ക് അഭയമായി നിൽക്കുന്ന സങ്കേതം നീയാണ്. വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ നീ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈശോയെ, നീ എൻ്റെ എല്ലാമാണെന്ന് ഈ നിമിഷം ഞാൻ ഏറ്റുപറയുന്നു. ഈശോയെ, നീ എൻ്റെ സർവസ്വമാണെന്ന് ഞാൻ നിൻ്റെ മുൻപിൽ ഇതാ ഏറ്റുപറയുന്നു. എൻ്റെ അഭയശിലയും എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ സംഗീതവും നീയാണ് എന്നവിടുത്തെ തിരുമുമ്പിൽ ഞാനിതാ ഏറ്റുപറയുന്നു. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ
അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഈശോയെ, നിന്റെ മുൻപിൽ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളിത ആയിരിക്കുന്നു. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് സഭയുടെ ശക്തിയായ എല്ലാ യുവജനങ്ങളെയും പരിശുദ്ധ പരമദിവ്യകാരുണ്യമാകുന്ന നിന്റെ സ്നേഹത്തിൻ്റെ ചൂടിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഈശോയെ, അവിടുന്ന് അരുളി ചെയ്തതുപോലെ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാനുള്ള വലിയ വിളി ലഭിച്ചവരാണ് ഓരോ യുവജനങ്ങളും. ഈശോയെ, നിന്റെ മുൻപിൽ അവരെ ഈ നിമിഷം സമർപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അവർ കടന്നു പോകുന്ന എല്ലാ വിധത്തിലുള്ള ബലഹീനതകളെയും അവർ അനുഭവിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ ചേർത്ത് വയ്ക്കുകയാണ്. ഈശോയെ, എല്ലാറ്റിലും ഉപരി ജീവിതം എന്നത് ദാനമാണെന്നുള്ള തിരിച്ചറിവില്ലാതെ സ്വന്തം ജീവന് മഹത്വം നൽകുവാനുള്ള ആ ഒരു ബോധ്യം നഷ്ടമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കൾ ഈ സമൂഹത്തിലുണ്ട്. ഈശോയെ, നീ തന്ന വലിയ സമ്മാനമാണ് ഞങ്ങളുടെ ജീവിതം എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഈ മക്കളെ അവിടുന്ന് അടുപ്പിക്കണമേ. അവിടുന്ന് നൽകിയതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ല. ഈശോയെ, എല്ലാ യുവജനങ്ങളെയും നിന്റെ സ്നേഹച്ചൂടിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നീ ദാനമായി തന്ന ഈ ജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ അവരെ പഠിപ്പിക്കണമേ. നിന്റെ കൂടെ ആയിരിക്കുമ്പോൾ, നിന്റെ തണലിലായിരിക്കുമ്പോൾ തങ്ങൾക്കെല്ലാം സാധ്യമാണെന്നുള്ള ആ ഒരു വലിയ ബോധ്യവും ഓർമ്മയും അവൾക്ക് നൽകണമേ. ഈശോയെ, ജീവിതത്തിലെ കൊച്ചു കൊച്ചു നിരാശകളുടെ പേരിൽ, പിടിവാശകളുടെ പേരിൽ ഒരിക്കലും നീ ദാനമായി തന്ന ഈ ജീവിതം, അതിൻ്റെ പവിത്രത, ശ്രേഷ്ഠത നഷ്ടമാക്കാൻ അവർക്കിടയാക്കരുതേ. അവിടത്തോട് ചേർന്ന് ഈ നിമിഷം ഏറ്റു പറയുകയാണ്, ഈശോയെ, നീ തന്നതേ എനിക്കുള്ളൂ, നീ ദാനമായി തന്ന ഈ ജീവിതമേ എനിക്കുള്ളൂ. നന്ദിയോടെ കൂടെ നിന്റെ മുമ്പിലായിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു, ഹൃദയ തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു, നന്ദിയേകുന്നു, നന്ദിയേകുന്നു. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ.
ഈശോയെ, മാതാവിൻ്റെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ നീ എന്നെ മെനഞ്ഞെടുത്തതാണ്. നിന്റെ സ്വന്തമായി കണ്ടെന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നീ അനുവദിച്ചതാണ്. ഈശോയെ, ഈ ജീവിതം എന്ന ദാനം അതിൻ്റെ മഹാത്മ്യത്തോടെ മനസ്സിലാക്കാൻ എല്ലാ യുവജനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജീവിതം കൊണ്ട് നിനക്ക് നന്ദി പറയുവാൻ വേണ്ടിയിട്ടുള്ള ഹൃദയവിശാലതയും എളിമയും എല്ലാ യുവജനങ്ങൾക്കും നൽകണമേ. നിസ്സാരമായ ഈ ഭൂമിയുടേതായിട്ടുള്ള ആകർഷണങ്ങളിൽ, നിസ്സാരമായ ഈ ഭൂമിയുടേതായിട്ടുള്ള സ്വപ്നങ്ങളിലും ഇഷ്ടങ്ങളിലും മാത്രം ഒതുങ്ങി ജീവനെ പാഴ്വസ്തുക്കളാക്കി മാറ്റി അതിനെ നശിപ്പിക്കാൻ ഒരാൾക്കും ഇടയാക്കരുതേ. കരുണ തോന്നണേ കർത്താവേ. നാളിതുവരെ അറിഞ്ഞോ അറിയാതെയോ ഈ ജീവിതം അവസാനിപ്പിച്ചെങ്കിലെന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയിട്ടുള്ള ഏതെങ്കിലും അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുണ്ടെങ്കിൽ ഈശോയെ പൊറുക്കണമേ. നീ മെനഞ്ഞെടുത്തതാണെന്നുള്ള ബോധ്യം അവർക്ക് നൽകണമേ. സങ്കടപ്പെടുമ്പോഴും നീ ഒറ്റയ്ക്കല്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കണമേ. ഈശോയെ, കരുണ തോന്നണേ അവരുടെ മേൽ. ജീവിതത്തെ അർത്ഥപൂർണമായി കണ്ട് മുൻപോട്ട് പോകാൻ അവരെ സഹായിക്കണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, ദൈവകൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ നിന്നോട് സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും മുട്ടി നിൽക്കുക. ഈശോയെ, യുവജനങ്ങളെ നിന്റെ മുൻപിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്നവർ അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി നിന്നിലേക്ക് നയിക്കുന്ന ശരിയായ ഒരു ബന്ധം, ഒരു കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ പറ്റാത്തതാണ്. ഈശോയെ, ദൈവകൽപ്പനകൾ പാലിക്കുന്നവരെന്ന് ഉറപ്പുള്ള, അവരുടെ സ്വഭാവത്തിന് ഇണങ്ങുന്ന, പരാജയത്തിൽ സഹതപിക്കുന്ന, എല്ലാറ്റിലുമുപരി നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സ്നേഹിതരെ യുവജനങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, കൂടെയുള്ളവരുടെ സ്വഭാവം ഞങ്ങളെ ഒരുപാട് രൂപാന്തരപ്പെടുത്തുമെന്ന്. ഈശോയെ, അപ്രകാരം ഒരു സ്നേഹത്തിൻ്റെ വലയത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തണമെങ്കിൽ എല്ലാ യുവജനങ്ങളും തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, ആര് മറന്നാലും, ആര് വെറുത്താലും, ആരുപേക്ഷിച്ചാലും, ആരു കേൾക്കാതെ ഇരുന്നാലും, ആരൊറ്റപ്പെടുത്തിയാലും, ആര് മറന്നു കളഞ്ഞാലും, ആര് കുറ്റപ്പെടുത്തിയാലും, ആര് വേണ്ട എന്ന് പറഞ്ഞാലും, നിരാശപ്പെട്ട് നീരിക്കുവാണോ എൻ്റെ പക്കലേക്ക് ഓടി വരിക എന്ന് പറഞ്ഞ് എന്നെ കാത്തിരിക്കുന്ന ഒരു സ്നേഹിതനായി നീ ഈ സക്രാരിയിലും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായിട്ടുണ്ട് എന്നുള്ള ബോധ്യമാണ് ഈശോയെ ഓരോ യുവജനത്തിന് കിട്ടേണ്ടത്. നിന്നോടുള്ള സ്നേഹം നിറഞ്ഞ കലർപ്പില്ലാത്ത ആ ഒരു സുഹൃത്ത് ബന്ധം, അത് കിട്ടുമ്പോൾ ഈശോയെ അവരുടെ ജീവിതം രൂപാന്തരപ്പെടും. ഈശോയെ, ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും നിന്റെ മുമ്പിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരേ ഒരു അപേക്ഷ ഇത് മാത്രമാണ്, അവർക്ക് സ്നേഹിതരായിട്ട് നീ കൂടെ ഉണ്ടാകണമേ. അവരുടെ വേദനകൾ കേൾക്കാനായിട്ട് നീ അവരുടെ കൂടെ ഉണ്ടാകണമേ. അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ തോളിൽ കൈയിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് നീ കൂടെ ഉണ്ടാകണമേ. അവർ നിരാശയിലേക്ക് പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യം കൊടുക്കാനായിട്ട് നീ അവരുടെ ചാരയുണ്ടാകണമേ. ഈ ഒരു യാത്ര എല്ലാ യുവജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ നടത്തുവാനായിട്ട് അവരെ സഹായിക്കണമേ. ഈശോയെ, സ്നേഹിതനായി ഇവരുടെ കൂടെ നീ ഉണ്ടാകണമേ. ആനന്ദകരമായ ജീവിതയാത്ര നയിക്കാൻ എല്ലാ യുവജനങ്ങൾക്കും അവിടുന്ന് ചാരയുണ്ടാകണമേ. അങ്ങയോട് ഈ ഒരു അപേക്ഷ മാത്രം മുൻപിൽ വയ്ക്കുന്നു. സ്നേഹിതനായി
ആശ്വാസമായി കൃപ നൽകുന്നവനായി അവിടുത്തെ കൂടെ അനുഗമിക്കാൻ, അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാൻ എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ യുവജനങ്ങൾക്കും കൃപ നൽകണമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വീടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വീടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. ഈശോയെ, ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ ബലവും നീ മാത്രമാണ്. ഞങ്ങളുടെ ജീവന്റെ ദാതാവും നീ മാത്രമാണ്. ഞങ്ങളുടെ കൂടെ നടക്കേണ്ട സ്നേഹിതനും നീ മാത്രമാണ്. ഈശോയെ, എല്ലാ യുവജനങ്ങളെയും നിന്റെ പക്കൽ ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യം അവർക്ക് നൽകണമേ. നിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവനോട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും, ഈ ഒരു ബോധ്യത്തിലേക്ക് അവരെ വഴി നടത്തണമേ. അങ്ങനെ നിന്റെ മുഖത്ത് നോക്കി ലജ്ജിതരാകാതെ, നിന്റെ മുഖത്ത് നോക്കി പ്രകാശിതരായി മുൻപോട്ട് പോകാൻ അവരെ പഠിപ്പിക്കണമേ. ഈശോയെ, ഈ ഒരു അനുഗ്രഹം എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വലത്തുകരം നീട്ടി അവരെ ആശീർവദിക്കണമേ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതം അപ്പം നീ, നിത്യമഹോന്നതം അപ്പം നീ. മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമരുളി.
യേശാദിവ്യകടാക്ഷം തൂകണമേ വത്സരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ആരാധിക്കും